മൂലങ്കാവ് ഓടപ്പള്ളം മേഖലകളിൽ ഇന്നലെ മുതൽ തന്നെ കാട്ടുതീ ഉണ്ടായിരുന്നു. ഇന്നലെയൊക്കെ പക്ഷേ വനംവകുപ്പ് ഉദ്യോഗസ്ഥരും വാച്ചർമാരും ഒക്കെ ചേർന്ന് തീ അണയ്ക്കുകയായിരുന്നു. ഇന്ന് രാവിലെ ഒരു 11 മണിയോടെയാണ് നിയന്ത്രണാതീതമായ രീതിയിൽ കാട്ടുതീ പടർന്നു പിടിച്ചത്. ഉണങ്ങിയ മുളങ്കൂട്ടങ്ങളൊക്കെ ആളിക്കത്താൻ തുടങ്ങി. ഉച്ചയ്ക്ക് ഏതാണ്ട് 1 മണിയോടെ ആ തീ വലിയ രീതിയിൽ പടർന്നു പിടിച്ചു. അത്തരത്തിൽ സ്വകാര്യ ഭൂമിയിലേക്കടക്കം കാർഷിക വിളകളെ അടക്കം ബാധിക്കുന്ന രീതിയിൽ തീപിടുത്തമുണ്ടായി. വനത്തോട് ചേർന്ന് കിടക്കുന്ന ഒരു പന്നി ഫാം പൂർണ്ണമായും കത്തിനശിച്ചു. കാട്ടിൽ വലിയ നാശനഷ്ടങ്ങളാണ് ഉണ്ടായത്. ഏതാണ്ട് 100 ഏക്കറോളം വനഭൂമി എങ്കിലും കത്തിയിട്ടുണ്ടാകുമെന്നാണ് പ്രാഥമികമായ അനുമാനം. വലിയൊരു മേഖലയിൽ തീ പടർന്നിട്ടുണ്ട്. അടിക്കാടുകളൊക്കെ കത്തിനശിച്ചു. ചിലയിടങ്ങളിൽ മരങ്ങളടക്കം കത്തിയിട്ടുണ്ട്. ഉണങ്ങിയ മുളങ്കൂട്ടങ്ങളാണ് കൂടുതലായും കത്തിയത്. പല രീതിയിലുള്ള വിമർശനങ്ങളും നാട്ടുകാർ ഉയർത്തുന്നുണ്ട്. വേണ്ട രീതിയിൽ ഫയർ ലൈൻ എടുത്തിട്ടില്ല, കാട്ടുതീ പ്രതിരോധ പ്രവർത്തനങ്ങൾ വേണ്ട രീതിയിൽ നടത്തിയിട്ടില്ല എന്നൊക്കെയുള്ള പരാതിയുണ്ട്. വയനാട്ടിൽ പ്രത്യേകിച്ച് ഉച്ചസമയത്ത് വളരെ ഉയർന്ന താപനിലയാണ് അനുഭവപ്പെടുന്നത്. ആ സാഹചര്യത്തിലാണ് ഇത്തരത്തിൽ കാട്ടുതീ പടർന്നു പിടിച്ചത്. എന്തായാലും 3 മണിയോടെ കാട്ടുതീ ഏറെക്കുറെ നിയന്ത്രണ വിധേയമായി. പക്ഷേ പൂർണ്ണമായും തീ അണഞ്ഞു എന്ന് പറയാനാകില്ല. എന്തായാലും വലിയ രീതിയിലുള്ള ഒരു കാട്ടുതീയാണ് ഈ ഓടപ്പള്ളം മൂലങ്കാവ് മേഖലയിൽ ഉണ്ടായത്. ജോം ടി കെക്കൊപ്പം കമൽ, മാതൃഭൂമി ന്യൂസ്, വയനാട്.